സമൂ ചീസിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. പൊട്ടറ്റോ മെഴുക്കുവരട്ടി. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്, എങ്കിലും ഞാനത് എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത്, 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതിന് ആവശ്യമായ മസാലകൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ മെഴുക്കുവരട്ടി എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. സവോള, പച്ചമുളക്, കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇതിനാവശ്യമായ ഉപ്പ്. മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് തയ്യാറാക്കുന്ന സമയത്ത് പോരാങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കൂടാതെ ഇതിനകത്തേക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. അതുപോലെ കുഴച്ച് വയ്ക്കുക. കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. മെഴുക്കുവരട്ടി തയ്യാറാക്കാനുള്ള പാത്രം വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കോരി ഇട്ട് കൊടുത്താൽ മതി, മറിച്ചിടരുത്. ഇതിന് വെള്ളം ഇല്ലാതെ വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ. ഇതിന് ഫ്രൈ ആയതിനു ശേഷം മാത്രമേ ഇതിനകത്ത് ഊറി വരുന്ന വെള്ളം ചേർക്കാവുള്ളൂ. പക്ഷേ ഇതുപോലെ ഊറി വരുന്ന വെള്ളമുണ്ട്, അത് ആദ്യം ചേർക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം എണ്ണയിൽ കിടന്നൊന്ന് ഇതൊന്ന് ഫ്രൈ ആയി വരണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഒരുമാതിരി റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മസാല വെട്ടി വെച്ചപ്പോൾ കിട്ടിയ ആ വെള്ളം ഈ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഈ എണ്ണയ്ക്കകത്ത് കിടന്നാൽ ഇത് ഫ്രൈ ആയി വരുന്നത്. അതുപോലെ റോസ്റ്റാക്കി എടുക്കണം. കഷ്ണം വെന്തുളയാനും പാടില്ല. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് എരിവും ഉപ്പും ഒക്കെ കറക്റ്റാണോ നോക്കണം. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പിയാണ് വരുന്നവരെ. താങ്ക് യു.